ബട്ടർ സ്കോച്ച് സോസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കേക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ വിശദമായിട്ട് വീഡിയോ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 1/2 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തതാണ് ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്ന്. അപ്പം ബട്ടർ സ്കോച്ച് സോസ് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രൗൺ ഷുഗർ വെച്ചിട്ടാണ്. നോർമൽ ഷുഗർ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേര് കാരാമൽ സോസ് എന്നാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇതിലെടുക്കുന്ന ഷുഗറിലുള്ള വ്യത്യാസം മാത്രമാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നോർമൽ ഷുഗർ വെച്ചും ചെയ്യാവുന്നതാണ്. കുറച്ചൊരു ഫ്ലേവറിനുള്ള ഒരു ഡിഫറൻസും ഉണ്ടാവും. നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ബ്രൗൺ ഷുഗർ എടുക്കുന്നതാണ് നല്ലത്. ഇത് നല്ലതുപോലെ ഇതുപോലെ മെൽട്ടായി വന്നതിന് ശേഷമാണ് ഇതിലുള്ള ആ ഷുഗറിൻ്റെ ക്രിസ്റ്റൽസൊക്കെ ശരിക്കും മെൽട്ടായിട്ട് വരണം. ഇതുപോലെ മെൽട്ടായി വന്നു കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്തിട്ട് ചേർക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിത് ബട്ടർ ചേർക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ നമ്മളിത് ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഇത് ഈ പാത്രത്തിൻ്റെ പുറത്തേക്കൊക്കെ പോകാനും അതുപോലെ വക്കിലൊക്കെ പറ്റിയിട്ട് പാത്രം കേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് ചെയ്തിട്ട് ചേർക്കുന്നത്, സേഫ് ആവാൻ വേണ്ടിയിട്ട്. ഓഫ് ചെയ്തിട്ട് ചേർത്ത് നല്ല ചൂടോടുകൂടി ഉള്ളത് തന്നെ ചേർക്കുമ്പോൾ അത് ബട്ടർ പെട്ടെന്ന് മെൽട്ടാവുകയും ചെയ്യും. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ബട്ടർ അതിൽ മിക്സ് ആയതിന് ശേഷം ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് ക്രീമാണ് ചേർക്കുന്നത്. ഞാനിപ്പം വിപ്പിംഗ് ക്രീം തന്നെയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹെവി ക്രീം. ഇനി നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മൾ ക്രീം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ക്രീം ചേർക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അത് ശരിക്കും അങ്ങ് മിക്സായിട്ട് വരാനായിട്ട്. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പാലും ക്രീമും കൂടെ ചേർത്തതിന് പകരമായിട്ട് 1/2 കപ്പ് ക്രീം തന്നെ ചേർത്ത് കൊടുത്താലും മതി. ക്രീം മാത്രമായിട്ട് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല തിക്കായിരിക്കും നമ്മുടെ ഈ സോസിന്. പാലും ക്രീമുമായിട്ട് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു സോസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കത് കേക്കിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് സൈഡിലൂടെ ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ക്രീം മാത്രം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇത് കുറച്ചൊന്നങ്ങ് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കാവാൻ വേണ്ടിയിട്ട് വെക്കരുത്, കാരണം ഇത് ചൂട് തണയുമ്പോൾ ഇത് നല്ലതുപോലെ കട്ടായിട്ട് വരും. കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ ആ ഒരു തിക്നെസ് ഒന്ന് കൂടി വരും. അപ്പോൾ ആദ്യമേ നമ്മൾ നല്ല കട്ടിയായതിന് ശേഷം ഇറക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഇത് ഭയങ്കര ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് ലൂസായിരിക്കുമ്പോൾ തന്നെ ഇറക്കി വെക്കുക. അതിപ്പോൾ നല്ല ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണുള്ളതെന്ന് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സോസിൻ്റെ ഒരു പരുവം. ഇത് ഫില്ലിങ്ങിന് വേണ്ടി ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ബട്ടർ സ്കോച്ച് സോസും നമ്മുടെ കാരാമൽ സോസും തമ്മിൽ അതിലുപയോഗിക്കുന്ന ഷുഗറിൻ്റെ വ്യത്യാസമാണുള്ളത്. ഇല്ലാത്തവർക്ക് വൈറ്റ് ഷുഗർ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.